10 മിനിറ്റിന് ശേഷം ഞാൻ നന്നായിട്ട് പരിപ്പൊക്കെ കഴുകി, അതായത് ചെറുപയറിൻ്റെ പരിപ്പൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടച്ച് തീ കുറച്ച് വെച്ച് ഒരു 5 തവണ ഫിസിലടിപ്പിച്ചെടുക്കാം. എനിക്ക് വേണ്ട, കഴിച്ചാൽ മതി. അമ്മ ഉണ്ടാക്കിയ വിഭവമല്ലേ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്താണെന്നോ, ചെറുപയർ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ചെറുപയർ നമ്മൾ തോരൻ വെക്കാറുണ്ട്, മെഴുക്ക് പുരട്ടി വെക്കുക, ചെറുപയർ കൂട്ടാൻ വെക്കുക. ഇന്ന് ചെറുപയർ വറുത്തെടുത്തിട്ടാണ് നമ്മളൊരു കറി ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അതായത് നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപയർ കറിയാണ് നമ്മളിന്ന് നോക്കുന്നത്. ചെയ്ത് നോക്കാം. ചെറുപയർ കൂട്ടാനുണ്ടല്ലോ, വളരെ വേഗത്തിലും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വെക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചെറുപയറാണ്. ഇത് വെള്ളത്തിലിടുകയോ കുതിർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. 250 ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട്. ഒരു അരമുറിയോളം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, ഉപ്പ്, മഞ്ഞൾ പൊടി, മുളക്, അതിപ്പോൾ കാന്താരിയോ അല്ലെങ്കിൽ പച്ചമുളകോ എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ കടുക് പൊട്ടിക്കുവാനായിട്ട് കടുക്, ചെറിയ ഉള്ളി, പച്ചമുളക്, എണ്ണ, വെള്ളം, കറിവേപ്പില. ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ചെറുപയർ കൂട്ടാൻ നമുക്ക് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഈ ചെറുപയർ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിക്കുക എന്ന് പറയുമ്പോൾ അധികം മൂക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ ഒന്നടിക്കുക. ഒരുപാട് അടിക്കല്, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് ഒന്ന് അടിക്കുകയല്ലേ, അങ്ങനെ ഒന്ന് അടിച്ചിട്ട് ഇതിൻ്റെ തോൽ അപ്പോഴത്തേക്ക് നന്നായിട്ടങ്ങ് പോവും. ആ തോല് കളഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ചെറുപയർ നന്നായിട്ട് മൂപ്പിച്ച് മിക്സിയിൽ പൊടിച്ച് തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് പോയിട്ടില്ല. അതിനി നമ്മൾ ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിടുന്നുണ്ട് കുതിരാനായിട്ട്. ആ സമയത്ത് ഇത് ബാക്കിയുള്ള തോലെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, മൂപ്പിക്കുമ്പോൾ ഒരുപാട് മൂത്ത് പോവല്ല്, അന്നേരം പൊടിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഞാനിത് എന്താ ചെയ്തത്, വെള്ളത്തിലേക്ക് കുതിരാനിടുകയാണ്. ഒരു 10 മിനിറ്റ് സമയം കുതിരാനിടാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം ഞാൻ നന്നായിട്ട് പരിപ്പൊക്കെ കഴുകി, അതായത് ചെറുപയറിൻ്റെ പരിപ്പൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മളത് കൂടുതൽ സമയം ഇട്ടാൽ കംപ്ലീറ്റ് നന്നായിട്ട് തോല് പോയി കിട്ടും. ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റ് ഇട്ടുള്ളൂ, എന്നാൽ പോലും ഏകദേശം നന്നായിട്ട് തോല് പോയിട്ടുണ്ട്. ഇതിനി ഞാൻ ഈ കുക്കറിലേക്ക് മാറ്റുവാണേ. ഇനി ഇത് നന്നായിട്ട് അടച്ച് തീ കുറച്ച് വെച്ച് ഒരു 5 തവണ ഫിസിലടിപ്പിച്ചെടുക്കാം. കുക്കർ 5 തവണ ഫിസിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പരച്ചെടുക്കാം. ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, അധികം ജീരകം വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മിക്സിയിൽ നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഫിസിലൊക്കെ അടിച്ച് അതിൻ്റെ ആവിയെല്ലാം പോയിട്ടിരിക്കുകയാണ്. നമുക്കിത് തുറന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം, വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ചേക്കുക, കാരണം പയർ വെന്ത് വരേണ്ടതല്ലേ കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പൂടെ ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം.
ചെറുപയർ പരിപ്പ് ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാനം ഇതിലേക്ക് കടുക് താളിച്ചൂടെ ഇടാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്ന ചെറുപയർ പരിപ്പ് കറി ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചെറുപയർ വീട്ടിലുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ. എനിക്ക് വേണ്ട, കഴിച്ചാൽ മതി. അമ്മ കഴിക്കാനല്ലേ, അമ്മ ഉണ്ടാക്കിയ വിഭവമല്ലേ.